കേരളം, ബംഗാൾ, ആസാം, പുതുച്ചേരി നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും കൗതുകകരമായ മുഖം ഭാരതം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ 4 സംസ്ഥാനങ്ങളും ഉണ്ടാക്കിയ അമ്പരപ്പിക്കുന്ന മുന്നേറ്റമാണ്. കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറന്ന ബി.ജെ.പി തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളായ മമതാ ബാനർജിയെ തോൽപ്പിച്ച് ബംഗാൾ പിടിച്ചെടുത്തു. ആസാമിലും പുതുച്ചേരിയിലും നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. തമിഴ്നാട്ടിൽ അവർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇന്ത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് സ്റ്റാലിൻ അവിടെ നിലം പതിച്ചത് അവർക്ക് ആഹ്ലാദം പകരുന്ന രാഷ്ട്രീയ മാറ്റമാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളോടെ ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങൾ ബി.ജെ.പിയുടെയോ സഖ്യകക്ഷികളുടെയോ ഭരണത്തിലായി. 14 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയും 8 സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളും ഭരിക്കുന്നു. ബംഗാൾ കൂടി കിട്ടിയതോടെ കിഴക്കൻ ഇന്ത്യ ആകെ ബി.ജെ.പി ഭരണത്തിലായി. 2014 7 സംസ്ഥാനങ്ങളിലാണ് ബി.ജെ.പി ഭരിച്ചിരുന്നത്. കോൺഗ്രസ് 14 സംസ്ഥാനത്തും മറ്റു പാർട്ടികൾ 7 സംസ്ഥാനത്തും ഭരണം നടത്തി. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ബംഗാൾ ഒന്നും ബി.ജെ.പിയുടെ കയ്യിലായിരുന്നില്ല. 2018 ബി.ജെ.പി 20 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചു. എന്നാൽ 2020 അത് 18 കുറഞ്ഞു. ഇന്ത്യക്കാരിൽ 78% അധിവസിക്കുന്ന പ്രദേശങ്ങളുടെയും ഭരണം ഇപ്പോൾ ബി.ജെ.പിയുടെയോ അവരുടെ മുന്നണിയുടെയോ കൈകളിൽ എത്തുന്നു. 2014 22% ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളാണ് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത്. ഈ പ്രദേശങ്ങളിൽ 22 കോടി ജനങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 110 കോടി ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ അവരുടെ കയ്യിലാണ്. അതായത് ഭാരതത്തിലെ 10ൽ 8 ഇന്ത്യക്കാരും ഇന്ന് ബി.ജെ.പി ഭരണത്തിലാണ്. 2014 45.5 കോടി ഇന്ത്യക്കാർ അധിവസിച്ചിരുന്ന പ്രദേശങ്ങൾ കോൺഗ്രസ് ഭരണത്തിൽ ആയിരുന്നെങ്കിൽ ഇന്നത് 20.6 കോടിയായി. പ്രാദേശിക കക്ഷികളെല്ലാം വല്ലാതെ ദുർബലരായി. 2014 35% ജനങ്ങളെ ഭരിച്ചത് പ്രാദേശിക കക്ഷികളായിരുന്നെങ്കിൽ ഇന്നത് വെറും 8%. അതായത് ബി.ജെ.പിയുടെ സ്വാധീനം വല്ലാതെ വളർന്നു. ബംഗാളിൽ 2011 മുതൽ ഭരിക്കുന്ന മമതാ ബാനർജിയും കേരളത്തിൽ 2016 മുതൽ ഭരിക്കുന്ന പിണറായി വിജയനും തമിഴ്നാട്ടിൽ എം.കെ. സ്റ്റാലിനും പുറത്താക്കപ്പെട്ടു. ഇതോടെ ഭാരതത്തിലെ പ്രതിപക്ഷ നിരയുടെ ശക്തരായ വക്താക്കളായ മമതയും സ്റ്റാലിനും ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിണറായി വിജയൻ കഷ്ടിച്ച് നിയമസഭയിൽ എത്തിയെങ്കിലും പ്രതിപക്ഷ നേതാവ് ആകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദിയായ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകരുത് എന്ന് CPI പരസ്യമായി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിലെ തോൽവിയോടെ CPM-ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഭരണം ഇല്ലാതായി. ഒരു കാലത്ത് കേരളം, ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങൾ ഭരിച്ച പാർട്ടിയാണത്. ബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 207ലും ബി.ജെ.പി ജയിച്ചു. തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത് 80 സീറ്റും കോൺഗ്രസിന് 2ഉം, ആം ജനതാ ഉന്നയൻ പാർട്ടിക്ക് 2ഉം, ഓൾ ഇന്ത്യ സെക്യുലർ ഫ്രണ്ടിനും CPM-നും ഓരോന്നും വീതവും കിട്ടി. ഒരിടത്ത് ഫലം പ്രഖ്യാപിക്കുവാനുണ്ട്. അസമിലെ 126 അംഗ നിയമസഭയിൽ ബി.ജെ.പി 82 സീറ്റും കോൺഗ്രസ് 19 സീറ്റും, ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റും, ആസാം ഗണപരിഷത്ത് 10 സീറ്റും, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യുണൈറ്റഡ് ഫ്രണ്ട് 2 സീറ്റും, റൈജോർദൾ 2 സീറ്റും, തൃണമൂൽ 1 സീറ്റും നേടി. 2021 ബി.ജെ.പി മുന്നണിക്ക് ഉണ്ടായിരുന്നത് 75 സീറ്റാണ്. കോൺഗ്രസ് മുന്നണി 50 സീറ്റും നേടിയിരുന്നു. കോൺഗ്രസിന് ഒറ്റയ്ക്ക് 29 സീറ്റ് ലഭിച്ചു. ഇപ്പോൾ 2 സീറ്റ് ലഭിച്ച ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യുണൈറ്റഡ് ഫ്രണ്ടിന് 16 സീറ്റ് ലഭിച്ചിരുന്നു. മിക്കവാറും എല്ലാ എക്സിറ്റ് പോൾ സർവേക്കാരും വൻ വിജയം പ്രഖ്യാപിച്ച DMK മുന്നണിയെ തമിഴ്നാട്ടിലെ ജനം തൂത്തെറിഞ്ഞു. അവിടെ 2 വർഷത്തെ പ്രായമുള്ള വിജയന്റെ തമിഴക വെട്ടിക്കഴക്കം 108 സീറ്റോടെ ഏറ്റവും വലിയ കക്ഷിയായി. DMKക്ക് 50ഉം അണ്ണാ DMKക്ക് 47ഉം സീറ്റാണുള്ളത്. 1967 ആരംഭിച്ച ദ്രാവിഡ പാർട്ടികളുടെ ഭരണം തമിഴ്നാട്ടിൽ അവസാനിക്കുന്നു. അണ്ണയും DMKയുമായുള്ള സഖ്യം ബി.ജെ.പിക്ക് ഗുണം ചെയ്തില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും 2021 4 സീറ്റിൽ ജയിച്ച അവർക്ക് ജയിപ്പിക്കാനായത് ഒരാളെ. ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച കേരളത്തിൽ പോലും 3 പേർ ജയിച്ചു. കേരളത്തിലെ 140 സീറ്റിൽ 102ലും കോൺഗ്രസ് മുന്നണി ജയിച്ചു. കോൺഗ്രസിന് 63 സീറ്റും, മുസ്ലിം ലീഗിന് 22 സീറ്റും, കേരള കോൺഗ്രസിന് 7 സീറ്റും, RSPക്ക് 3 സീറ്റും ലഭിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ്, CMP, RMP, മാണി കാപ്പന്റെ KDP എന്നിവയ്ക്ക് ഓരോ സീറ്റും ലഭിച്ചു. ഇടതുമുന്നണിയിൽ CPM-ന് 26 സീറ്റും, CPIക്ക് 8 സീറ്റും, RJDU-വിന് 1 സീറ്റും കിട്ടി. ബി.ജെ.പിക്ക് 3 സീറ്റും കിട്ടി. 4 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും തിരുവല്ലയിലും ആറ്റിങ്ങലും ബി.ജെ.പി രണ്ടാമതെത്തി. തിരുവല്ലയിൽ രണ്ടാമതെത്തിയ അനൂപ് ആന്റണിയാണ് തോറ്റിട്ടും ഏറെ തിളങ്ങിയ നേതാവ്. പുതുച്ചേരിയിലെ 30 സീറ്റിൽ ബി.ജെ.പി മുന്നണി 18ഉം DMK മുന്നണി 8ഉം വിജയുടെ പാർട്ടി 2 സീറ്റും നേടി.
ദേശീയ മുന്നണിയിൽ NRC 12 സീറ്റും BJP 4 സീറ്റും സ്വതന്ത്രർ 2 സീറ്റും നേടി. പുതുച്ചേരിയിൽ BJPക്ക് 2021 ഉണ്ടായിരുന്ന 6 സീറ്റാണ് 4 ഫലത്തിൽ തമിഴ് ജനത BJPയെ അംഗീകരിക്കുന്നില്ല. DMK മുന്നണിയിൽ DMK 5ഉം കോൺഗ്രസ് 2ഉം സീറ്റ് നേടി. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിലൂടെ 90 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയാണ് BJP ബംഗാൾ പിടിച്ചത്. ബംഗാളിലെ വോട്ടർമാരിൽ 12%. സനാതനികളുടെ വോട്ടുകൾ ഏകീകരിക്കുന്ന പരിഷ്കരണം എന്നാണ് സുവേന്ദു അധികാരി ബംഗാളിൽ നടന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തെ വിളിച്ചത്. പുറത്താക്കപ്പെട്ടവരിൽ 27 ലക്ഷം വോട്ടർമാർ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതി വരെ സമീപിച്ചു. സുപ്രീം കോടതി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ട്രിബ്യൂണലിനെ നിയമിച്ചെങ്കിലും അവർക്ക് തീർപ്പാക്കാനായത് വളരെ ചെറിയ ശതമാനം പരാതികളാണ്. ഒട്ടേറെ മണ്ഡലങ്ങളിൽ BJPയുടെ ഭൂരിപക്ഷം വെട്ടിമാറ്റപ്പെട്ട വോട്ടർമാരിലും വളരെ കുറവാണ്. BJPയുടെ വിജയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കവർന്നെടുത്ത വിജയം എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ആരോപിച്ചത്. 100 സീറ്റുകൾ ഇങ്ങനെ BJP കവർന്നതായി മമത പറയുന്നു. അത് അംഗീകരിച്ചാലും BJPക്കാകെ 207 സീറ്റ് ലഭിച്ചു എന്നത് ബംഗാളിലെ ഭരണവിരുദ്ധ വികാരത്തിന് തെളിവാണ്. കാരണം 2021 ബംഗാളിൽ BJPക്കുണ്ടായിരുന്നത് 75 സീറ്റാണ്. അത് 207 100 സീറ്റ് തട്ടിച്ചു എന്ന മമതയുടെ വാദം അപ്പാടെ അംഗീകരിച്ചാലും 75 സീറ്റ് 107 സീറ്റായി വർദ്ധിച്ചില്ലേ? ബംഗാളിൽ BJP ഇതുപോലെ വളർത്തിയത് മമതയുടെ ഭരണമാണെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് മറക്കരുത്. മമത ഇത്തവണ മത്സരിച്ച് തോറ്റ ഭവാനിപ്പൂരിലെ കഥയെടുക്കാം. അവിടെ 15,000 വോട്ടിനാണ് മമത തോറ്റത്. 2011 മമതയെ ബംഗാൾ രാഷ്ട്രീയത്തിലെ അത്ഭുത താരമാക്കിയ നന്ദിഗ്രാമിൽ 2021 മമത തോറ്റു. ലക്ഷണമൊത്ത ഏകാധിപതിയായിരുന്നു മമത. സുവേന്ദു അധികാരി അടക്കം പല നേതാക്കൾക്കും പാർട്ടി വിടേണ്ടി വന്നത് അതുകൊണ്ടാണ്. തിരുവായ്ക്ക് എതിർവായില്ലാത്ത പാർട്ടിയിൽ മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയെ അവർ തന്റെ പിൻഗാമിയാക്കി. കുടുംബവാഴ്ചയും ഉറപ്പാക്കി. 2011 ബംഗാളിൽ അധികാരം പിടിച്ച അവർ പകയോടെ എതിരാളികളെ നേരിട്ടു. പഴയകാല CPMക്കാർക്ക് ജീവിക്കാനാവാത്ത ഗുണ്ട രാജായി. അവരെല്ലാം പ്രാണരക്ഷാർത്ഥം BJPയിൽ അഭയം തേടി. ഇത്തരം വോട്ടർമാരിലൂടെയാണ് BJP ശക്തരായത്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മമത ബംഗാളിൽ നടത്തുന്ന കള്ളക്കളിയുടെ കൃത്യമായ വിവരം BJPക്ക് കിട്ടിയതും ഇതിലൂടെയാണ്. മരിച്ചുപോയവരും നാട്ടിലില്ലാത്തവരും വോട്ടർ പട്ടികയിൽ വ്യാപകമായി ഉണ്ടെന്നും ആയിരക്കണക്കിന് പേർക്ക് ഒന്നിൽ കൂടുതൽ വോട്ടുണ്ടെന്നതും കൃത്യമായ വിവരങ്ങളായി. BJP കേന്ദ്ര നേതൃത്വം കരുക്കൾ നീക്കി. ലോക് ഭവനിൽ BJPക്ക് വേണ്ടി എന്തും ചെയ്യുന്ന RN രവി ഗവർണറായി എത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായി വോട്ടർ പട്ടിക പരിഷ്കരിച്ചു. ഭവാനിപ്പൂരിലെ കഥ തന്നെ എടുക്കാം. അവിടെയുള്ള 25,000-ഓളം വരുന്ന ഗുജറാത്തി വോട്ടർമാർക്കും 21,000 വരുന്ന മാർവാടി വോട്ടർമാർക്കും സ്വതന്ത്രമായി വോട്ട് ചെയ്യാവുന്ന നില ആയിരുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് അവർക്ക് സുരക്ഷയൊരുക്കി. ഒപ്പം വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിലൂടെ ഭവാനിപ്പൂരിലെ 4,70,000 വോട്ടർമാർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി. അതോടെ മമതയുടെ തോൽവി ഉറപ്പായി. BJP കാണിക്കുന്ന തട്ടിപ്പുകൾ ഉള്ളപ്പോഴും മമതയുടെ തോൽവിക്ക് പിന്നിൽ അത് മാത്രമല്ല വിഷയം. അവരുടെ തട്ടിപ്പിനുള്ള ശിക്ഷയുമുണ്ട്. ഉപ്പ് തിന്നവളാണ് വെള്ളം കുടിക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടാരാജവും എല്ലാം ചേർത്താണ് മമത ബംഗാൾ പിടിച്ചു നിർത്തിയത്. പോലീസ് എല്ലാത്തിനും ഒത്താശ നിന്നു. ഇതുതന്നെയാണ് കേരളവും കണ്ടത്. പക്ഷെ ഇവിടെ കോൺഗ്രസും ജനാധിപത്യ മുന്നണിയും ബദലായി ഉണ്ടായിരുന്നു. 2026 പിണറായി പിടിച്ചെങ്കിൽ 2031 കേരളവും ബംഗാൾ ആകുമായിരുന്നു. പ്രതികാരമല്ല വികസനമാണ് BJPയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ബംഗാളിൽ വ്യാപകമായി തൃണമൂൽ പ്രവർത്തകരും ഓഫീസുകളും ആക്രമിക്കപ്പെടുകയാണ്. പോലീസ് സഹായം ഇല്ലാത്തതുകൊണ്ട് തൃണമൂലുകാർ അടിമേടിക്കുന്നും ഉണ്ട്. അസമിൽ 2023 നടന്ന മണ്ഡല പുനർവിഭജനം കുപ്രസിദ്ധമാണ്. BJPക്ക് ജയിക്കാവുന്ന വിധം നിയോജക മണ്ഡലങ്ങൾ പരുവപ്പെടുത്തി. 103 മണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷം ഉറപ്പാക്കി. അസമിലെ 19 കോൺഗ്രസ് MLAമാരിൽ 18 പേരും മുസ്ലിമുകളാണത്രേ. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു. ഇത്ര ദയനീയമായ ഒരു ജനവിധി ഉണ്ടാകുന്നതിന് മാത്രം മോശമായിരുന്നില്ല കേരളത്തിലെ പിണറായി സർക്കാരിന്റെ പ്രവർത്തനം. എക്കാലവും ഓർമ്മിക്കത്തക്ക വലിയ പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങാനായില്ലെങ്കിലും സമാധാനപൂർണമായ 5 വർഷം കേരളത്തിന് പ്രദാനം ചെയ്ത ഭരണമാണത്. സാധാരണ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തുണ്ടാകുമായിരുന്ന പലതും അപ്രത്യക്ഷമായ കാലമായിരുന്നു അത്. ജീവനക്കാർ സമരം മറന്നു. ക്ഷമബദ്ധ കുടിശ്ശികകൾ വേണ്ടെന്ന് വെച്ചു. സ്വകാര്യ മേഖലയെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. സ്വകാര്യ സർവകലാശാല വരെ അനുവദിച്ചു. സ്വാശ്രയ വിദ്യാഭ്യാസം സാധാരണ രീതിയിലാക്കി. നോക്കുകൂലി ഇല്ലാതാക്കി.
ഉമ്മൻചാണ്ടി സർക്കാർ ഏറെ കഷ്ടപ്പെട്ട് തുടക്കം കുറിച്ച വിഴിഞ്ഞം പദ്ധതി അടക്കം പലതും പൂർത്തിയാക്കി. സാമ്പത്തിക സംവരണം നടപ്പാക്കി. ക്രൈസ്തവർക്കിടയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ശുപാർശകൾ സമർപ്പിക്കുവാൻ JB കോശി കമ്മീഷനെ നിയോഗിച്ചു. കോവിഡ് കാലത്ത് ജനങ്ങളെ സംരക്ഷിച്ചു. 2-3 പ്രളയങ്ങൾ അതിജീവിച്ചു. ഉരുൾപൊട്ടലുകളിൽ താങ്ങായി. വനിതകൾക്ക് മാസം 1000 രൂപ വീതം സഹായം കൊടുത്തതടക്കം പല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന 2021 പ്രകടന പത്രികയിലെ പ്രഖ്യാപനം 2000 രൂപ വരെ എത്തിക്കാനായി. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് വിഷയമായി പറഞ്ഞതെങ്കിലും സർക്കാർ ശരിക്കും ദൂർത്തടിച്ചു. ലോക കേരള സഭ പോലുള്ള വെള്ളാനകൾ സർക്കാർ പണം കാർന്നു തിന്നു. നവകേരള സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളം ചുറ്റാനുണ്ടാക്കിയ ബസ്സിൽ ലിഫ്റ്റ് വരെയുള്ള സൗകര്യം ഉണ്ടാക്കിയത് കണ്ട ജനം പൊതുപണം ദൂർത്തടിക്കുന്നതിൽ വല്ലാതെ ആകുലപ്പെട്ടു. കിഫ്ബി വഴി വലിയ പലിശയ്ക്ക് പണം കടമെടുത്ത് ഊരാളുങ്കൽ പോലുള്ള CPM സംഘങ്ങൾക്ക് ദൂർത്തടിക്കാൻ കൊടുത്തു. ടെൻഡർ പോലും ഇല്ലാതെയാണ് ഊരാളുങ്കലിന് പണം കൊടുത്തത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത്. പായസം വെച്ച് കോളാമ്പിയിൽ വിളമ്പിയവരെ പോലെയായി പിണറായി സർക്കാർ. അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ജനം ഓർക്കാത്ത വിധം ഹീനമായി പിണറായിയുടെ രീതികൾ. ചെറ്റ മുതൽ ഡാഷ്മോൻ വരെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത മന്ത്രിസഭയ്ക്കും CPM പാർട്ടി കമ്മിറ്റികൾക്കും അണികൾക്കും ഇടതുമുന്നണി നേതൃത്വത്തിനും ഈ അപജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യങ്ങളിൽ പോലും പിണറായിയുടെ തല മാത്രം. മുന്നണി നേതാക്കളുടെ പോലും ചിത്രം ഉണ്ടായില്ല. പിണറായി പണമുണ്ടാക്കുന്നു, ചെലവാക്കുന്നു എന്ന രീതി. മുന്നണി നേതാക്കളെല്ലാം മാപ്പുസാക്ഷികളായി. ഇതൊന്നും ജനം പൊറുക്കില്ലെന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം പോലും ഇല്ലാത്തവരായി പാർട്ടി നേതൃത്വവും മുന്നണി നേതാക്കളും. പിണറായിയുടെ വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പോലും ഒരിക്കലും വിലയിരുത്തപ്പെട്ടില്ല. പാർട്ടിയിലെ മാത്രമല്ല, മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾക്ക് പോലും അദ്ദേഹത്തെ ഭയമായിരുന്നു. ആരും ഒന്നും ചോദ്യം ചെയ്തില്ല. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്ന ഗതികേടിലേക്ക് ഘടകകക്ഷി നേതാക്കൾ താഴ്ന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ധിക്കാരപരമായ സമീപനം തുടർന്നു. ആരും ഒന്നും ചോദിച്ചില്ല. സിൽവർ ലൈൻ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ രോക്ഷം ഉണ്ടായി. ആരും ഗൗരവമാക്കിയില്ല. അടിച്ചൊതുക്കാൻ നോക്കി. വിഴിഞ്ഞം സമരത്തെ വർഗീയമാക്കി. മന്ത്രി അബ്ദുൾ റഹ്മാൻ നടത്തിയ പ്രസംഗത്തെ ആരും കുറ്റപ്പെടുത്തിയില്ല. സമരം ചെയ്തതിന് ആർച്ച് ബിഷപ്പിനെ മാത്രമല്ല, അവിടെ എത്തിയ വയോധികനായ മുൻ ആർച്ച് ബിഷപ്പിനെ വരെ പ്രതിയാക്കി. ആരും ചോദിച്ചില്ല. വനസംരക്ഷണ നിയമം വന്നു. ജനങ്ങൾ പ്രതിഷേധിച്ചു. നിയമം മാറ്റി. പക്ഷെ എന്തേ ഇടത് സർക്കാർ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നു? ഒരു വിഷയത്തിലും ഘടകകക്ഷി നേതാക്കൾ പരസ്യമായ നിലപാട് എടുത്തില്ല. നായനാരുടെയും VSന്റെയും ഇടതുമുന്നണി ഭരണകാലത്ത് മുന്നണി നേതാക്കൾ ഓരോ മന്ത്രിയുടെയും വകുപ്പ് വിലയിരുത്തിയിരുന്നു. അത്തരം രീതികളെല്ലാം ഇല്ലാതായി. മുന്നണി യോഗങ്ങളിൽ ആരെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉന്നയിച്ചാൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാവും. അത് അടുത്ത തവണ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മാറ്റിവെക്കും. ആ അടുത്ത യോഗം നടക്കാറില്ല. എന്നും മുഖ്യമന്ത്രിക്ക് തിരക്കാണ്. അരമണിക്കൂർ കൊണ്ട് യോഗം തീരും. അടുത്ത യോഗം നിശ്ചയിച്ച് പിരിയും. പാർട്ടി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം നടന്നു. പുത്തൻ AKG സെന്റർ ഉദ്ഘാടനം ചെയ്തപ്പോൾ പാർട്ടി ദേശീയ സെക്രട്ടറിയെ അവഗണിച്ചു. MA ബേബി ഒരു തോൾ സഞ്ചിയും തൂക്കി ജനക്കൂട്ടത്തിൽ ഒരാളായി ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ബേബിയോടുള്ള സ്നേഹം കൊണ്ടല്ലെങ്കിലും പിണറായും ഗോവിന്ദനും കാണിക്കുന്ന ധിക്കാരം പലർക്കും അരോചകമായി. പലരും എഴുതി. കണ്ടമട്ടുപോലും നടിച്ചില്ല. പിണറായി ദേശീയ സെക്രട്ടറിയുടെ മുകളിലാണ് എന്ന് മാലോകരെ കാണിച്ചു കൊടുത്തു. മന്ത്രിസഭയിലെ അംഗങ്ങൾ മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗവും ആരാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന് സ്തുതി പാടുന്നവർക്കായി രാജ്യസഭാ അംഗത്വം പോലുള്ള പദവികൾ. ഘടകകക്ഷി മന്ത്രിമാരുടെ ഓഫീസിലെ സ്റ്റാഫിനെ വരെ പിണറായി നിയമിച്ചു. ഘടകകക്ഷിക്കാർ മൗനം പാലിച്ചു. പാർട്ടിയിലെ പലർക്കും വല്ലാതെ വേദനിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായി. ഭയന്ന് ആരും ഒന്നും പറഞ്ഞില്ല. BJPയുമായി EP ജയരാജനെ പോലുള്ളവർ ചർച്ച നടത്തുന്ന അവസ്ഥ വരെ എത്തി. 2026 തെരഞ്ഞെടുപ്പ് കാലത്ത് T ഗോവിന്ദനെ പോലെയുള്ളവർ പാർട്ടിക്കെതിരെ പ്രതികരിച്ച് പ്രതിപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി പാർട്ടി കോട്ടയിൽ മത്സരിച്ച് ജയിച്ചപ്പോഴാണ് പാർട്ടിയിൽ പടരുന്ന പാർലമെന്ററി വ്യാമോഹത്തെക്കുറിച്ച് ദേശീയ സെക്രട്ടറിയുടെ കണ്ണ് തെളിഞ്ഞത്. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയാകുന്നത് ശരിയല്ലെന്ന് പറയാൻ നാവ് പൊന്താത്ത നേതാവാണ് ബേബി. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ പ്രഗത്ഭർക്കെല്ലാം 2021 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചു. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം തോന്നിവാസം പ്രതിനിധികളെ നിയമിച്ചു. സീനിയോറിറ്റിയും പാർട്ടി കൂറും മറന്നു. മന്ത്രിസഭയിൽ മരുമകനെ അംഗമാക്കി. ഷംസീറിനെ പോലുള്ള തീപ്പൊരികളെ ഒതുക്കിയാണ് റിയാസിനെ മന്ത്രിയാക്കിയത്. പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ഭാര്യയെ മന്ത്രിയാക്കി. KK ശൈലജയെ മാറ്റി നിർത്തി.
ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് പല ഇടപാടുകളും അവർ ചോദ്യം ചെയ്തതാണ് വിഷയം. കോവിഡ് കാലത്തെ അഴിമതികളെക്കുറിച്ച് ആരോപണം ഉയർന്നപ്പോൾ എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി. മുഖ്യമന്ത്രി 40 കാറുകളുടെ അകമ്പടിയോടെ നടത്തിക്കൊണ്ടിരുന്ന യാത്ര ഒരു സഖാവിനെയും അലോസരപ്പെടുത്തിയില്ല. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പോലീസ് സെഡ് കാറ്റഗറി സുരക്ഷ നിശ്ചയിച്ചു. മുന്നിലും പിന്നിലുമെല്ലാം തോക്കേന്തിയ പോലീസുമൊക്കെയായി നടക്കുന്നത് ശരിക്കും ഫ്യൂഡൽ ശൈലിയുടെ ആവർത്തനമായി സമൂഹം കണ്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും അവസാനം ഭരണം നഷ്ടപ്പെട്ട് തലസ്ഥാനത്ത് വന്നപ്പോഴും ഈ ആരവും ഒന്നും ഇല്ലാതിരുന്നിട്ടും ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഇത്രയേറെ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചു. നവകേരള ബസിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ സഖാക്കളും പോലീസും ഹെൽമറ്റും ചെടിച്ചട്ടിയും അടക്കം ഉപയോഗിച്ച് ആക്രമിച്ചതിനെ രക്ഷാപ്രവർത്തനമായി പിണറായി ചിത്രീകരിച്ചു. പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും അടക്കം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അഴിമതി വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞവർ കശുവണ്ടി കച്ചവടത്തിൽ 900 കോടിയുടെ നഷ്ടം വരുത്തിയവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചു. സ്വർണ്ണ കള്ളക്കടത്ത്, സ്പ്രിംഗ്ലർ ഇടപാട്, ലൈഫ് മിഷൻ കമ്മീഷൻ, ആഴക്കടൽ മത്സ്യബന്ധന കരാർ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ദുരിതാശ്വാസ നിധിയുടെ ദുരുപയോഗം, AI ക്യാമറ കച്ചവടം, പ്രളയകാലത്ത് അണക്കെട്ട് തുറന്നുവിട്ട് ഉണ്ടാക്കിയ ദുരന്തം, മാസപ്പടി കേസുകൾ അടക്കം എന്തെല്ലാം ഇടപാടുകളാണ് കളങ്കിതങ്ങളായി നടത്തപ്പെട്ടത്. അവസാനം മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി വീശിയപ്പോൾ അവർക്ക് കഴുത്തുളുക്കി എന്ന് പറഞ്ഞ് സമരക്കാരെ 2 ആഴ്ച വധശ്രമം ആരോപിച്ച് ജയിലിലിട്ടു. സുപ്രീം കോടതിയിലെ കേസുകൾക്ക് ചെലവാക്കിയ നികുതി പണം ജനങ്ങളെ രോക്ഷാകുലരാക്കിയ വിഷയമാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നടു റോഡിലിട്ട് വെട്ടിക്കൊന്ന കേസ് പോലും CBIക്ക് വിടാതിരിക്കുവാൻ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. ലാവ്ലിൻ ഇടപാട് മുതൽ മാസപ്പടി കേസ് വരെ എത്ര കേസുകളാണ് കോടതിയിൽ ശ്വാസം മുട്ടിച്ച് കിടക്കുന്നത്. PM ശ്രീ കരാർ, സിൽവർ ലൈൻ, K-ഫോൺ, തീരദേശ പാത, ഊരാളുങ്കൽ ഇടപാടുകൾ, അവസാനത്തെ നവകേരള സർവേ അടക്കം എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ പേര് ചീത്തയാക്കിയ പ്രവൃത്തികൾ. അഴിമതി ആരോപണങ്ങളുടെ നടുവിൽ ഒരുതരം ധിക്കാരത്തോടെ ഭരിച്ചു. ജനം അവസരം കിട്ടിയപ്പോൾ പ്രതികരിച്ചു. ഓരോ മണ്ഡലത്തിലും 20,000 വോട്ട് വെച്ച് ഈ ധിക്കാരത്തിന് വില കൊടുക്കേണ്ടി വന്നു എന്നാണ് ചില നിരീക്ഷകരുടെ പക്ഷം. പരാജയം പാർട്ടി പഠിക്കും. എല്ലാ തലത്തിലും സ്വതന്ത്രമായ ചർച്ച നടക്കും. എല്ലാവർക്കും ഭയമോ ഭീതിയോ കൂടാതെ അഭിപ്രായം പറയാനാവും എന്നെല്ലാം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. അതിന് എല്ലാ സമിതിയും ഏറാൻ മൂളികളെ കൊണ്ട് നിറച്ചിരിക്കുകയല്ലേ എന്ന ചോദ്യം ഈ ചർച്ച ഒരു ഫലവും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ പിണറായി നേരിട്ടെത്തി തീരുമാനങ്ങൾ എടുപ്പിച്ചത് അതിനായിരുന്നല്ലോ. വിഭാഗീയത ഇല്ലാതായതാണ് ഈ ദുസ്ഥിതിക്ക് കാരണമെന്ന് പോലും പറയുന്നവരുണ്ട്. പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ നേതൃത്വം ഒന്നാകെ മാറണം എന്നതാണ് പലരുടെയും നിരീക്ഷണം. CPM ഇല്ലാതാകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലതല്ല. 2021 ഭരണ തുടർച്ച കൊടുത്താൽ പാർട്ടിക്കാവും കൂടുതൽ ദോഷം എന്ന് അന്ന് AK ആന്റണി പറഞ്ഞത് പലരും ഓർക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ മുറിവേറ്റവർ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളാണ്. 8 സീറ്റ് ലഭിച്ച CPIയും 1 സീറ്റ് ലഭിച്ച RJDയും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ CPIയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ നീക്കമുണ്ട്. ബിനോയ് വിശ്വം മാറണമെന്ന വാദം ഉയർന്നിട്ടുണ്ട്. എന്നാൽ നിയമസഭയിലെ അംഗത്വം ഇല്ലാതായ കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി, NCP, കോൺഗ്രസ് S, INL എന്നിവരുടെ മുറിവുകൾ ഏറെ ഭീകരമാണ്. പലർക്കും മാറാൻ വേറെ നേതാക്കൾ പോലും ഇല്ല. 1964 മുതൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഉള്ള കേരള കോൺഗ്രസ് മാണിക്കാർ 12 ഇടത്ത് മത്സരിച്ച് 12 സീറ്റിലും തോറ്റ് അതിദയനീയമായ നിലയിലായി. 12 സീറ്റിൽ നിന്നും ഈ കൊടുങ്കാറ്റിന്റെ കാലത്തും 5,61,157 വോട്ട് ലഭിച്ചത് ചില്ലറ കാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി അവർ സമാധാനിക്കുന്നു. 7 സീറ്റിൽ ജയിച്ച ജോസഫിന് 4,71,391 വോട്ടാണ് കിട്ടിയത് എന്നും അവർ ആശ്വസിക്കുന്നു. സത്യം ഭീകരമാണ്. പിറവത്ത് സാബു K ജേക്കബ് 44,681 വോട്ടിനും, തൊടുപുഴയിൽ സിറിയക് ചാഴിക്കാടൻ 44,291 വോട്ടിനും, കടുത്തുരുത്തിയിൽ നിർമ്മല ജിമ്മി 31,300 വോട്ടിനും, പെരുമ്പാവൂരിൽ ബോസിൽ പോൾ 28,434 വോട്ടിനും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ 23,822 വോട്ടിനും, ചാലക്കുടിയിൽ ബിജു S ചെറിയത്ത് 23,156 വോട്ടിനും, ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ 8,368 വോട്ടിനും, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ 6,693 വോട്ടിനും, കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ A ജയരാജ് 5,772 വോട്ടിനും, റാന്നിയിൽ പ്രമോദ് നാരായണൻ 4,344 വോട്ടിനും, പാലയിൽ ജോസ് K മാണി 2,991 വോട്ടിനുമാണ് തോറ്റത്.
പഴയകാലത്ത് ഏത് കൊടുങ്കാറ്റ് വന്നാലും മാണിയോടുള്ള സ്നേഹം കൊണ്ട് ഉറച്ചു നിന്നവർ ഇന്ന് പതറിയിരിക്കുന്നു. ജനാധിപത്യ മുന്നണിയിലേക്ക് ലഭിച്ച ക്ഷണം ഉപേക്ഷിച്ചത് വലിയ തെറ്റായെന്ന് കരുതുന്നവർ പാർട്ടിയിൽ ഏറെയുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതിയ തരംഗം ഉണ്ടാകുമെന്നും വിജയിക്കാമെന്നും കരുതുന്നവരുണ്ട്. അതല്ല, പാർട്ടി നവരൂപം പ്രാപിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. കേരള കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പാർട്ടിക്കുണ്ടായിരുന്ന ജനപിന്തുണ വല്ലാതെ ചോർന്നിട്ടുണ്ട്. ജോസ്മോൻ പിണറായിയായിട്ടാണോ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത് എന്ന് ചിന്തിക്കണം. 1990കളുടെ അവസാനം മുതൽ മാണിസാറിന് അത്തരമൊരു ഭാവപ്പകർച്ച ഉണ്ടായിരുന്നു. ജേക്കബ് ഗ്രൂപ്പുകാർ പുറത്തുപോയി കഴിഞ്ഞ് അദ്ദേഹം എല്ലാം സ്വയം തീരുമാനിച്ചു. അപ്പോഴും മാണിസാറിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഏറെ പേർ ഉണ്ടായിരുന്നു. അവർക്ക് മാണിസാർ ചെയ്യുന്നതിനെയും പറയുന്നതിനെയും ചോദ്യം ചെയ്യാനാവാത്ത കടപ്പാടുകൾ ഉണ്ടായിരുന്നു. അവർ അനുസരിച്ചു. അതുകൊണ്ട് പാർട്ടി ഘടകങ്ങളിലെ ചർച്ചകൾ ചടങ്ങാക്കി. കാര്യം കാണേണ്ടവർ മുഖസ്തുതി പറഞ്ഞ് ചുറ്റിലും നിന്നു. ബാർക്കോഴ പോലുള്ള തിരിച്ചടി വന്നപ്പോൾ അവരെല്ലാം സ്വന്തം കാര്യം നോക്കി. അവർക്ക് പാർട്ടിയും പ്രസ്ഥാനവും ഒന്നും വലുതല്ല. തങ്ങൾക്ക് കിട്ടാവുന്ന ചില പദവികളാണ് വിഷയം. 2010 ലയനത്തിന് ശേഷവും ആ സ്ഥിതി തന്നെ തുടർന്നു. 2019 രാജ്യസഭാ സീറ്റിലെ ആളിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം ഞാൻ പാലായിൽ ചെന്ന് പ്രഖ്യാപിക്കാമെന്ന് മാണിസാർ പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങളും വരാമെന്ന് CF തോമസ് സാർ പറഞ്ഞില്ലേ? ഈ മാണിസാറിനെയാണ് ജോമോൻ കണ്ടിട്ടുള്ളത്. ഇക്കുറി 12 സീറ്റിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എങ്ങനെയാണ്? വൈസ് ചെയർമാനോട് പോലും ആലോചിച്ചോ? നിയമസഭാ കക്ഷി നേതാവിനോട് ആലോചിച്ചോ? ഇങ്ങനെ പോയാൽ രക്ഷപ്പെടില്ല. അങ്ങനെയല്ല കേരള കോൺഗ്രസ് വളർന്നത്. 1964 ഉണ്ടായ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ മാറണമെന്ന് മാണിസാർ മനസ്സിലാക്കി. ഒപ്പമുള്ള കുറെ പേരെ ബോധ്യപ്പെടുത്തി. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവർ ഇടയ്ക്കിടെ കൂടി എല്ലാം ചർച്ച ചെയ്തു. അവർക്കിടയിൽ രഹസ്യങ്ങൾ ഇല്ലായിരുന്നു. കൂട്ടായ ആലോചനയിലൂടെയും തീരുമാനങ്ങളിലൂടെയും കാര്യങ്ങൾ നടത്തി. മാണിസാർ മുന്നിൽ നിന്നു. KV കുര്യനെ പോലുള്ള താപ്പാനകൾ, ജോർജ് മാത്യുവിനെ പോലുള്ള സൂത്രക്കാർ, കുതിരവട്ടത്തെ പോലുള്ള കഠിനാധ്വാനികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ജോർജ് മാത്യുവും കുര്യാച്ചൻ ചേട്ടനും പോയതോടെ ആ സംഘം ചിതറുകയായി. 1987 പിളർപ്പിൽ ലൂക്കോസും PC ജോസഫും MV മാണിയും എല്ലാം ജോസഫിനൊപ്പം പോയത് എന്തുകൊണ്ട് എന്ന് മാണിസാർ ചിന്തിച്ചില്ല. അന്ന് കൂടെ കൂടിയ ജേക്കബ്, മാണിസാറിന്റെ വിശ്വസ്തരായ യുവനേതാക്കൾ PM മാത്യു സ്റ്റീഫൻ, ജോണി നെല്ലൂർ എന്നിവരുമായി കൂടുവിട്ടു. അതോടെ മാണിസാർ വലിയ ഏകാധിപതിയായി. പക്ഷേ അദ്ദേഹത്തിന്റെ സാധാരണക്കാരോടുള്ള സ്നേഹവും കരുണയും അവർക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളും എല്ലാം അദ്ദേഹത്തെ കരുത്തനാക്കി. പാർട്ടി നേതാക്കൾക്ക് പുറമെ അഭ്യുദയ കാംക്ഷികളായ ബുദ്ധിജീവികളുമായി മാണിസാർ നല്ല വ്യക്തിബന്ധം പുലർത്തി. ആലോചന നടത്തി. 24 മണിക്കൂറും ജാഗ്രതയോടെ പ്രവർത്തിച്ചു. ജോസ് കെ മാണി നല്ല മനുഷ്യനാണ്, മിടുക്കനുമാണ്. പക്ഷേ ആ മാണിയുടെ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല. അതിന് ശ്രമിക്കുകയും അരുത്. പിണറായിയെ അനുകരിക്കരുത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഏറ്റവും അധികം ജനപിന്തുണ ഉണ്ടെന്ന് കരുതുന്ന കടുത്തുരുത്തിയിൽ ഉണ്ടായ തിരിച്ചടി കാണുക. കടപ്ലാമറ്റം, കാണക്കാരി, കിടങ്ങൂർ, കുറവിലങ്ങാട്, മരങ്ങാട്ടുപള്ളി, ഉവവൂർ, വെളിയന്നൂർ, കടുത്തുരുത്തി, മാഞ്ഞൂർ, മുളക്കുളം, ഞീഴൂർ എന്നീ 11 പഞ്ചായത്തുകൾ ചേർന്നതാണ് കടുത്തുരുത്തി നിയമസഭാ മണ്ഡലം. ഇതിൽ കടപ്ലാമറ്റം, വെളിയന്നൂർ, കിടങ്ങൂർ, കുറവിലങ്ങാട് പഞ്ചായത്തുകളിൽ ഇടതു ഭരണമാണ്. എന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 പഞ്ചായത്തിലും ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്തു. മോൻസിന്റെ മിടുക്ക് മാത്രമല്ല കാരണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. 9 ചേരുന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ല, പാർട്ടിയുടെ ഏറ്റവും താഴെയുള്ള പ്രാദേശിക ഘടകമാണ് പഠിക്കേണ്ടത്. അവരുടെയൊക്കെ മനസ്സിൽ പലതും ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തുകൊണ്ട് ഈ ദുസ്ഥിതി ഉണ്ടായി എന്നതിന് അവർക്ക് പറയാൻ പലതുമുണ്ട്. തിരുത്തലിന് നവജീവൻ പ്രാപിക്കുന്നതിന് അവിടെ ഉയരുന്ന നിർദ്ദേശങ്ങൾ വീണ്ടും ചർച്ച ചെയ്യണം. അധികാരമില്ലാതെ ജീവിക്കാനാവാത്ത ചിലർ കൂടി പാർട്ടി വിടും. അത്തരം കാരണങ്ങൾ കൊണ്ടല്ലാതെ പാർട്ടി വിട്ടവരെ തിരിച്ചു കൊണ്ടുവരണം. രാവും പകലും അധ്വാനിക്കണം. ഒന്നും തിരക്കിട്ട് തീരുമാനിക്കരുത്. സമയബന്ധിതമായി തീരുമാനിക്കണം. പാർട്ടി ഉണ്ടെങ്കിൽ മുന്നണി വരും, ജയവും വരും. ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാനാവും. കേരള കോൺഗ്രസ് നല്ല കാലത്ത് കൂട്ടായ്മയുടെ പാർട്ടിയായിരുന്നു. പോരാടേണ്ട വിഷയങ്ങളെക്കുറിച്ച് തിട്ടമുണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടാവണം. ജോസഫിന് 7 സീറ്റ് കിട്ടുന്നതും മന്ത്രിമാർ ഉണ്ടാവുന്നതും ഒന്നും അത്ര വലിയ കാര്യമല്ല. പക്ഷേ നിയമസഭാ കക്ഷി നേതാവിന്റെ തെരഞ്ഞെടുപ്പിൽ അവർ പുലർത്തിയ വൈഭവം അംഗീകരിക്കേണ്ടതുണ്ട്. മോൻസിനോട് ജോസഫിനുള്ള സ്നേഹത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളാണ് മോൻസ്. 1969 മുതൽ എത്രയോ തവണ മന്ത്രിമാർ ഉണ്ടായിരുന്നു. മാണി ഗ്രൂപ്പിനല്ലേ കൂടുതൽ കാലം മന്ത്രി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ജോസഫ് ഇല്ലാതായോ? ജോസഫിന് സ്ത്രീ വിഷയത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടും ജോസഫ് കാർ ഇല്ലാതായോ? അതെല്ലാം കടന്നുപോകും. പാർട്ടി ഉണ്ടാകണം.
തലമുടി ഉണ്ടെങ്കിൽ എങ്ങോട്ടും കെട്ടാം, അതറിഞ്ഞ് പ്രവർത്തിക്കണം. പുതിയ സർക്കാർ വന്നാലും പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പാക്കുക ദുഷ്കരമാവും. KSRTCയിലെ സൗജന്യ യാത്ര അടക്കം പലതും വലിയ ബാധ്യത ഉണ്ടാകുന്നതാണ്. എവിടെ നിന്നും പണം കണ്ടെത്തും? കേന്ദ്രം പരമാവധി പീഡിപ്പിക്കും. പിണറായിക്ക് കിട്ടിയ കരുണ പോലും കിട്ടില്ല. പഴയ സർക്കാരിനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം. അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുമ്പോൾ സോളാർ കേസിലെ കമ്മീഷനെ ഓർക്കുന്നത് കൊള്ളാം. അഴിമതികൾ അന്വേഷിക്കണം. ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ല എന്ന് ജനത്തിന് ബോധ്യമാകണം. പിണറായിക്ക് വേണ്ടി ജനാധിപത്യ മുന്നണിക്കാരെ വേട്ടയാടിയവരെ പിടിക്കും എന്ന വാഗ്ദാനം നിറവേറ്റണം. പോലീസിനെ സഖാക്കൾ ഭീഷണിപ്പെടുത്തി തുടങ്ങി അവരുടെ മക്കളെ അറിയാമെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകണം. 10 വർഷമായി ജീവനക്കാരുടെ കാര്യം മറന്നവരാണ് ജീവനക്കാർക്ക് വേണ്ടി വരാനിരിക്കുന്നത്. മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഓടുന്നവരാണ്. കടക്ക് പുറത്തുനിന്ന് ആട്ടിപ്പായ്ക്കുന്നവന്റെയും വാതിക്കൽ മേശപ്പുറത്തു നിന്നും വീഴുന്ന അപ്പക്കഷ്ണം കാത്ത് കിടക്കുന്നവരാണ്. സർക്കാരുമായി ബിസിനസ് ബന്ധമുള്ള പലരും അവിഹിതമായി നേടുന്നവരെ നിഷ്പക്ഷ നിരീക്ഷകരായി കൊണ്ടുവരുന്നവരാണ്. ജാഗ്രത. ഇടതുമുന്നണി ഭരണത്തിൽ അവിഹിതമായി പലതും അനുഭവിച്ചവരെ അടുപ്പിക്കരുത്. യുദ്ധം തുടങ്ങുകയാണ്. ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.